അർജുന്റേത് തന്നെയെന്ന്. ഉള്ളിൽ അർജുനുണ്ട്, അർജുനുണ്ട്, സംശയമില്ല. അതാ കാണുന്നതാ, കാണുന്നുണ്ട്. ഉണ്ട് അർജുനുണ്ട്. കൃത്യമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ലോറി അർജുന്റേത് തന്നെയാണ്, അത് മനാഫിന്റെ ലോറി തന്നെയാണ്. അതിൽ നിന്ന് അർജുന്റെ ബോഡി പോലും അതിലുണ്ട് എന്നാണ് ഇപ്പോൾ മനാഫ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അർജുന്റെ ട്രക്കും അതോടൊപ്പം തന്നെ അർജുന്റെയും കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായി കാത്തിരുന്ന ആ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. അർജുന്റെ ട്രക്കും ഗംഗാവാലി പുഴയിൽ നിന്ന് അർജുനെയും കണ്ടെത്തിയിരിക്കുന്നു. ഈ മണിക്കൂറുകളിൽ ഈ 4ാം ഘട്ട ദൗത്യത്തിന്റെ 6ാം ദിവസത്തിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യുകയും അവിടെ ഹൂക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അതിവൈകാരികമായ നിമിഷം തന്നെയാണ് എന്ന് വേണം പറയാൻ. 2 മാസത്തിന് ശേഷമാണ് അർജുന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ആ ട്രക്ക് പുറത്തേക്ക് എത്തുമ്പോൾ അതിനകത്ത് മൃതദേഹമുണ്ട് എന്നാണ് മനാഫ് പറയുന്നത്. മുഴുവൻ മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ട്. അർജുന്റെ ലോറിയാണ്, അതിന്റെ ഉള്ളിൽ അർജുനും ഉണ്ട്. നമ്മളിത് എത്രയോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട്, ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട്, വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോവില്ല അർജുന്. എത്രയോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ്. അങ്ങനെ ഗംഗാവലി പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവനെ. ഞാൻ അപ്പോളേ പറഞ്ഞു, ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുന്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു. ഞാൻ അവിടെ എത്തിക്കൂ. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിന്റെ പരമാവധി നമ്മൾ ചെയ്തു. ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അതെ, തോൽക്കാനുള്ള മനസ്സില്ല. എന്തായാലും ഓനി കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതേനും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു. അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും. അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും ഉറപ്പ് പാലിച്ചു. ഞാൻ അവിടെ എത്തിക്കും.